ഹായ് ഡിയർ സ്റ്റുഡൻസ്. യെസ്, അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റേ ഒപ്റ്റിക്സ് ആണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറ്റവും വലിയ ഒരു ടോപ്പിക്കാണ് റേ ഒപ്റ്റിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ ആദ്യ ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും, ഇൻക്ലൂഡിങ് ലെൻസസ് വരെ ഡിസ്കസ് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ശേഷം ഒരു പാർട്ട് 2-ൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രിസം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 2-ൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റേ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈറ്റ്. ഇറ്റ്സ് പ്രൊഡക്ഷൻ, പ്രൊപ്പഗേഷൻ ആൻഡ് ദ നേച്ചർ ഓഫ് ലൈറ്റ്. അതാണ് നമ്മൾ ഒപ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റേ ഒപ്റ്റിക്സിൽ നമ്മൾ ആദ്യമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ലൈറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പരിചയപ്പെടേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ലൈറ്റ് എന്ന ടേം പലപ്പോഴും നമ്മൾ ഏതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെയും നമുക്ക് ലൈറ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഏതില്ല? ഇപ്പോൾ ഗാമ ലൈറ്റ്, ഇൻഫ്രാറെഡ് ലൈറ്റ്, അൾട്രാ യു വി ലൈറ്റ് എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇതിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈറ്റിന്റെ സ്പെഷ്യൽ നെയിം എന്താണ്? അത് വിസിബിൾ ലൈറ്റ് എന്നാണ്. അപ്പോൾ വിസിബിൾ ലൈറ്റിന് നമ്മളിവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? നമുക്ക് കിട്ടുന്നതാണ് വിബ്ജിയോർ, അല്ലേ? വിബ്ജിയോർ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മൾ ഈ ലൈറ്റുകളൊക്കെ അല്ലെങ്കിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്, താഴേന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ആര് കൂടും? ഫ്രീക്വൻസി കൂടും. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ടോ വേവ് ലെങ്ത് കൂടും. റെഡി അല്ലേ? അപ്പോൾ ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ ആർക്കാണ്? ഗാമക്കാണ്. ഫ്രീക്വൻസി കുറവുള്ളത് റേഡിയോ വേവ്സിനാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ വിസിബിൾ ലൈറ്റ്, ഞാൻ പറഞ്ഞു വിസിബിൾ ലൈറ്റ്, അതിനോട് സ്കാൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണല്ലോ വിബ്ജിയോർ. ആ വിബ്ജിയോറിൽ നോക്കൂ, ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആർക്കാണ്? ഒബ്വിയസ്ലി അത് വയലറ്റിനാണ്. കാരണം മുകളിൽ നിന്ന് താഴോക്ക് വരുന്നതിനനുസരിച്ചിട്ട് വേവ് ലെങ്ത് കുറയാണ്. അപ്പോൾ വയലറ്റിന് വേവ് ലെങ്ത് കുറവ്, റെഡിന് കൂടുതൽ. വയലറ്റിന് ഫ്രീക്വൻസി കൂടുതൽ, റെഡിന് ഫ്രീക്വൻസി കുറവ്. ഓക്കെ, അപ്പോൾ വിസിബിൾ ലൈറ്റിന്റെ തൊട്ട് അപ്പുറവും ഇപ്പുറവും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? തൊട്ടപ്പുറം ആരാ ഉള്ളത്? അൾട്രാ വയലറ്റ്. എന്ന് വെച്ചാൽ എന്താ? വയലറ്റിന്റെ അപ്പുറത്ത്. ഏത് കാര്യത്തിൽ? ഫ്രീക്വൻസിയിൽ വയലറ്റിനേക്കാൾ മുകളിലുള്ള, തൊട്ട് മുകളിലുള്ള ആളെ പേരാണെന്ത്? അൾട്രാ വയലറ്റ്. അതുപോലെ ഫ്രീക്വൻസിയിൽ റെഡിന്റെ ഇപ്പുറത്തുള്ള, റെഡിനേക്കാൾ കുറവ് ഫ്രീക്വൻസി ഉള്ള ആളാണ്? ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ്. ഓക്കെ, ഇനി ഈ വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് റേഞ്ച് നിങ്ങൾക്കറിയാം. വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് അത് 400 നാനോമീറ്റർ ടു 750 നാനോമീറ്റർ ആണ്. 400 nanometer to 750 nanometer, or you can say it is 4000 angstrom to 7500 angstrom. ഇനി എവിടെയെങ്കിലും ഇത് 7500 8000 കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ട. അതങ്ങനെ ഒരു ഷാർപ്പ് ബൗണ്ടറി അല്ല. പിന്നെ എന്താ ഈ വാല്യൂസിന്റെ പ്രത്യേകത എന്താ? ഇത് NCERT പറഞ്ഞിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ എടുത്തത് കേട്ടോ. കാരണം ഇവിടെ വേവ് ലെങ്ത്തിന് ഇങ്ങനെ ഷാർപ്പ് ബൗണ്ടറി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിന്റെ അപ്രോക്സിമേറ്റ് വേവ് ലെങ്ത് റേഞ്ച്, അതായത് വയലറ്റ് മുതൽ റെഡ് വരെയുള്ള വേവ് ലെങ്ത് റേഞ്ച് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ലൈറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്ലെയിൻ മിററിന്റെ കേസിൽ റിഫ്ലക്ഷൻ നോക്കൂ. എങ്ങനെ റിഫ്ലക്ഷൻ ഉണ്ടാവുക? ഇത് എം ഡാഷ് നമുക്കൊരു മിററായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. then this is the incident ray, this is the reflected ray, and this is the normal. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ തന്നെ പഠിച്ചാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോവുക. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. പക്ഷേ ഇത് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനാണ് ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത്. കാരണം മാത്രമല്ല നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണം. യെസ്, ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. നിങ്ങൾക്കറിയാം എന്ന് വെച്ചാൽ എന്താ? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇതൊക്കെ ഈ ഒരു പ്ലെയിനിലാണ്. ഇതാണ് ആ പ്ലെയിൻ. എ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ മിറർ. കണ്ടോ? ഇത് അല്ലാതെ ഇവരെല്ലാവരും കൂടെ മിററിന്റെ മുകളിലാണ് എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. മറിച്ച് മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒറ്റ പ്ലെയിനിലായിരിക്കും ഇവരെല്ലാവരും കൂടെ ഉണ്ടാവുക എന്നാണ് പറഞ്ഞതിന്റെ മീനിങ്. ഓക്കെ, ഇനി എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളോട് ഡീവിയേഷൻ ചോദിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇൻസിഡന്റ് റേ നോക്കൂ, ഇങ്ങോട്ട് വന്നു. ഇതാണ് റിഫ്ലക്റ്റഡ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ. നമ്മളോട് ചോദിക്കും അതിന്റെ ഡീവിയേഷൻ എന്താണ്. അപ്പൊ ഈ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യലി നമ്മൾ ഈ ലൈറ്റ് റേനെ നോക്കൂ, ഇങ്ങോട്ടാണ് വിട്ടത്. അപ്പൊ അത് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് റേ, അല്ലെങ്കിൽ പോവേണ്ടിയിരുന്ന ആള് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ഇനീഷ്യൽ ഡിറക്ഷനും ഫൈനൽ ഡിറക്ഷനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മളെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത് അത് ഇതാണ്, ഈ ഡി ആണ്.
കേട്ടോ, ഇനീഷ്യൽ ഡിറക്ഷനും ഫൈനൽ ഡിറക്ഷനും തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ ഇവിടെ എന്താണ്? ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് 2i എന്നാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്. ഇത് ഐ ആണെങ്കിൽ ഇതും ആരാണ്? ഐ തന്നെയാണ്. അപ്പോൾ 180 മൈനസ് 2i ഡീവിയേഷൻ. ഇതൊരു സിംഗിൾ റിഫ്ലക്ഷൻ ആണ് ഇവിടെ നടന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, 2 മിറേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് സെർട്ടൺ ആംഗിൾ ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ലൈറ്റ് റേ ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു, പിന്നെ ഇവിടെ തട്ടി വീണ്ടും റിഫ്ലക്ട് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഡീവിയേഷൻ ഏതാണ്? ഇനീഷ്യൽ ഡിറക്ഷൻ എന്ന് പറഞ്ഞത് നോക്കടാ, ഇതാണ് ഇനീഷ്യൽ ഡിറക്ഷൻ അല്ലേ? ഫൈനൽ ഡിറക്ഷൻ ഇതാണ്, അവർക്കിടയിലുള്ള ആംഗിൾ അത് ഇതാണ്. ദിസ് ഈസ് ദ ഡീവിയേഷൻ ഹിയർ. ഇവിടെ ഡീവിയേഷൻ ഇക്വേഷൻ എന്താ? ഡി ഈസ് ഈക്വൽ ടു ഹിയർ ഡി ഈസ് ഈക്വൽ ടു 360 മൈനസ് 2 തീറ്റ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് ആണ്. എന്നാൽ ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താ? ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് രണ്ടും കറക്റ്റ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ബോത്ത് ആർ റൈറ്റ്. പക്ഷെ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻ മിറേഴ്സ് ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്ന്, എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻസ് ഓൺ എ പ്ലെയിൻ മിറർ അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി ദ ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡേ. അപ്പോൾ 30 ഡിഗ്രിയിൽ ഒരു പ്ലെയിൻ മിറർ, അപ്പോൾ സിംഗിൾ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഡീവിയേഷൻ ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് 2i കൊടുക്കാം. ദാറ്റ് ഈസ് 180 മൈനസ് 2 ഇൻറ്റു 30 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. 120 ഡിഗ്രി സിമ്പിൾ അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റിങ് നോർമലി ഓൺ എ പ്ലെയിൻ മിറർ ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി. നോർമലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർലി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ദ ലൈറ്റ് റേ ഇങ്ങനെ ഇൻസിഡന്റ് ചെയ്തു ഇങ്ങോട്ട്. അപ്പൊ എന്താ സംഭവിക്കുക? അത് വന്ന വഴിക്ക് തിരിച്ചു പോകും അല്ലേ? ഇറ്റ് വിൽ റീട്രേസസ് ഇറ്റ്സ് പാത്ത്. ഇറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത്. അതിന്റെ പാത്ത് റീട്രേസ് ചെയ്യും. അങ്ങനെ റീട്രേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? അവിടെ നോർമലിന്റെ അതേ ഡിറക്ഷനിലാണ് ഇൻസിഡന്റ് റേ വരുന്നത്, നോർമലിന്റെ അതേ ഡിറക്ഷനിലാണ് ആ റിഫ്ലക്റ്റഡ് റേ വരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അത് എത്രയാണ് ഇവിടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അത് നമുക്ക് 0 ആണ്. റെഡി അല്ലേ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നോർമലുമായിട്ട് റിഫ്ലക്റ്റഡ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ ഓക്കെ 0. റെഡി? ഓക്കെ. നെക്സ്റ്റ് അടുത്ത നോക്കൂ, സ്ഫെരിക്കൽ മിറേഴ്സിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സ്ഫെരിക്കൽ മിറേഴ്സ്. സ്ഫെരിക്കൽ മിറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും നമ്മുടെ റിലേഷൻ ആണ് അല്ലേ? എന്താണത്? അത് R ഈസ് ഈക്വൽ ടു 2f. R ഈസ് ഈക്വൽ ടു 2f എന്ന് വെച്ചാൽ ഇതൊരു കോൺകേവ് മിററാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്താ സംഭവിക്കുക? ലൈറ്റ് ഫോക്കസിലൂടെ പാസ് ചെയ്യും. ഫോക്കസിലൂടെ. യെസ്, ദിസ് ഈസ് ദ ഫോക്കസ് യു നോ, ആൻഡ് ഒബ്വിയസ്ലി ദിസ് ഈസ് ദ ഫോക്കൽ ലെങ്ത്. ഇവിടെ ദിസ് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ ആണ്. സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ആ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും നമ്മളുടെ റിലേഷൻ ആണ് R ഈസ് ഈക്വൽ ടു 2f അല്ലെങ്കിൽ F ഈസ് ഈക്വൽ ടു R/2. നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുണ്ട്, മിറർ മേക്കേഴ്സ് ഫോർമുല എന്നൊരു ഫോർമുല നമ്മൾ പറയാറില്ല. അഥവാ ആരെങ്കിലും അങ്ങനെ വിളിക്കാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ആരെ വിളിക്കേണ്ടത്? ഈ R ഈസ് ഈക്വൽ ടു 2f-നെയാണ്. കാരണം അപ്പോൺ വാട്ട് ഫാക്ടേഴ്സ് ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ ഡിപ്പെൻഡ്സ് ഓൺ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത് ഈ ഇക്വേഷൻ നോക്കിയിട്ടാ. അതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെരിക്കൽ മിറർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് റേഡിയസ്. വേറെ ഒന്നിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, റേഡിയസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെരിക്കൽ മിറർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. സറൗണ്ടിങ് മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താ? അതിനൊരു കാരണമുണ്ട്. എന്താണത്? സിമ്പിൾ. ലെൻസ് മേക്കേഴ്സ് ഫോർമുല നമ്മളോട് പറയുന്നത് എന്താ? ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അതിന്റെ സറൗണ്ടിങ് മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ മിററിന്റെ ഫോക്കൽ ലെങ്ത് സറൗണ്ടിങ് മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ? അതുകൊണ്ടാണ് അത് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് F ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ ഇൻ വാട്ടർ വിൽ ബി. വാട്ടറിലെ ഫോക്കൽ ലെങ്ത് എന്താണ്? സെയിം തന്നെ. സെയിം. കാരണം മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് റേഡിയസ് ഓഫ് കർവേച്ചറിനെ മാത്രം. അതുകൊണ്ട് തന്നെ അത് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയേണ്ടതില്ല. ഓക്കെ അല്ലേ? അപ്പൊ F ഈസ് ഈക്വൽ ടു
r/2 എന്നുള്ള ഇക്വേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് മിറർ ഫോർമുലയാണ്. മിറർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഫെറിക്കൽ മിററിന്റെയും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഇവരെ കണക്ട് ചെയ്യുന്ന റിലേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മിറർ ഫോർമുല എന്ന് വിളിക്കുന്നത്. അപ്പൊ അതെന്താ? 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ ഫോക്കൽ ലെങ്ത്തിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? അവിടെ നിങ്ങൾ ഫോക്കൽ ലെങ്ത് കൂടും കുറയും എന്നൊന്നും പറയരുതേ. കാരണം യു ഡിപ്പെൻഡ് ചെയ്യുന്നത് വിനെ, അല്ലെങ്കിൽ വി ഡിപ്പെൻഡ് ചെയ്യുന്നത് യുവിനെയാണ്. ഇവര് തമ്മിലാണ് ഡിപ്പെൻഡൻസ് ഉള്ളത്. എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവരെയല്ല. പിന്നെ ആരെയാണ്? എഫ് ഇസിക്കൽ r/2 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിനെ മാത്രമാണ്. അല്ലാതെ ഫോക്കൽ ലെങ്ത് യുനെയോ വിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊരിക്കലും പറയരുത്. ഓക്കെ, നൗ ലീനിയർ മാഗ്നിഫിക്കേഷൻ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഈസ് hi divided by ho also equal to minus v/u. v എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ്, u ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. നമുക്ക് പ്രോബ്ലത്തിലൂടെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ 1/f ഇസിക്കൽ 1/v പ്ലസ് 1/u മിറർ ഫോർമുല. m ഇസ് ഈക്വൽ ടു മൈനസ് v/u ആണ് നമ്മൾ എഴുതിയ ഇക്വേഷൻ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ടേംസ് ഓഫ് എഫ് ആൻഡ് വി എഴുതാണെങ്കിൽ എഫ് മൈനസ് വി ഡിവൈഡഡ് ബൈ എഫ് എന്ന് കൊടുക്കാം, ഓർ എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു. ഓക്കെ, ഈ ഇക്വേഷൻസുകളൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഇതൊക്കെ നമ്മൾ കിട്ടുക. ഇവിടെ ഞാനിപ്പോൾ ഫൈനൽ ഇക്വേഷൻസ് മാത്രമേ പറഞ്ഞത്. സൈൻ കൺവെൻഷൻ ഡെറിവേഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അതൊരു ജനറൽ ഇക്വേഷൻ ആണ്. അത് കോൺകേവ് മിറർ ഫോമിംഗ് റിയൽ ഇമേജിന്റെ കേസിലാണ് നമ്മൾ ഡിറൈവ് ചെയ്തതെങ്കിലും സിൻസ് സൈൻ കൺവെൻഷൻ ഈസ് അപ്ലൈഡ്, ഇറ്റ് ഈസ് ഈക്വലി അപ്ലിക്കബിൾ ടു കോൺകേവ് മിറേഴ്സ്, കോൺവെക്സ് മിറേഴ്സ് ഫോമിംഗ് റിയൽ ഓർ വെർച്വൽ ഇമേജ്. എല്ലാവർക്കും അത് പറ്റുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. അതെന്തിനാ? ആദ്യം അപ്ലൈ ചെയ്യപ്പെട്ട സൈൻ കൺവെൻഷൻ ക്യാൻസൽ ആവാൻ. അപ്പോഴാണ് നമുക്ക് ഒറിജിനൽ ഇക്വേഷൻ കിട്ടുക. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അതൊരു യൂണിഫോമിറ്റി ഇക്വേഷൻ ആണ്. അത് ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ കിട്ടണമെങ്കിൽ ഒരിക്കൽ കൂടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഒറിജിനൽ ഫോം ഓഫ് ദി ഇക്വേഷൻ നമ്മൾ റിട്രീവ് ചെയ്യുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈസ് -2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇൻവേർട്ടഡ് ഇമേജ് ആണ് എന്നാണ്. നെഗറ്റീവ് മാഗ്നിഫിക്കേഷൻ സിഗ്നിഫൈസ് ഇമേജ് ഈസ് ഇൻവേർട്ടഡ് വിത്ത് റെസ്പെക്ട് ടു ദി ഒബ്ജക്ട്. അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും m ഈസ് ഈക്വൽ ടു -v/u എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇമേജ് ഇൻവേർട്ടഡ് എന്നാണോ? അല്ല, ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിലേക്ക് ഏത് കേസിലാണോ നിങ്ങൾ മാഗ്നിഫിക്കേഷൻ കണ്ടെത്താൻ പോകുന്നത് ആ കേസിൽ ഒരിക്കൽ കൂടെ ഇതിലേക്ക് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യും. എന്നിട്ടും നെഗറ്റീവ് സൈൻ അവിടെ റീറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ എന്തുറപ്പിക്കേണ്ടത്? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെന്നും ഇമേജ് ഇൻവേർട്ടഡ് ആണ് എന്നും നമ്മൾ പറയേണ്ടത്. ഓക്കെ അല്ലേ? റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ കോൺവെക്സ് മിറർ ഹാസ് ഫോക്കൽ ലെങ്ത് f. A real object is placed at a distance f in front of it from the pole produces an image at dash. ഓക്കെ, കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് f ആണ്. റിയൽ ഒബ്ജക്റ്റ് യെസ് എന്ന് വെച്ചാൽ എന്താ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും കുട്ടികൾ അശ്രദ്ധമായിട്ട് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഫോക്കൽസിൽ ആണ് ഒബ്ജക്റ്റ് വെച്ചത്, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്തിന് ഈക്വൽ ആയ ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് വെച്ചതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ചില ആളുകൾ ഇമേജ് ഫോം സെറ്റ് ഇൻഫിനിറ്റി എന്ന് പറയും. നോക്കാം, നമുക്ക് ചെയ്തു നോക്കാം എന്താ ശരിയാണോ അങ്ങനെ കിട്ടുന്നത് എന്നുള്ളത്. നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എവിടെയാണോ ഒബ്ജക്റ്റ് ഫോക്കസ് എവിടെ വരിക? ഒരു കോൺവെക്സ് മിററിന്റെ ഫോക്കസ് നോക്കൂ ഇവിടെ വരിക. അപ്പൊ ആ ഡിസ്റ്റൻസ് ആരാ? ഇത് ഫോക്കൽ ലെങ്ത് ആണ്. ഇത് ഫോക്കൽ ലെങ്ത്. അതേ ഡിസ്റ്റൻസിന് ഈക്വലന്റ് ആയ ഡിസ്റ്റൻസ് മിററിന്റെ ഫ്രണ്ടിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. ഒബ്ജക്റ്റ്. അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങൾ മിറർ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? u ഇസ് ഈക്വൽ ടു എന്താ? u ഇസ് ഈക്വൽ ടു -f ആണ്. കാരണം ഒബ്ജക്റ്റിൽ നിന്നാണ് ലൈറ്റ് റേ വരിക. ലൈറ്റ് റേന്റെ ഓപ്പോസിറ്റിലാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ ഈ ഡിസ്റ്റൻസിന്റെ വാല്യൂ എന്താണ്? അത് f ആണ്. അപ്പൊ അത് -f. കഴിഞ്ഞിട്ടില്ല. ഇനി യഥാർത്ഥത്തിലെ ഫോക്കൽ ലെങ്ത് ഇവിടെ എന്താണ്?
ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞത് ഇതാണ് ആക്ച്വൽ ഫോക്കൽ ലെങ്ത്. ഇത് ഫോക്കൽ ലെങ്ത്തിന് ഇക്വലന്റ് ആയ ഡിസ്റ്റൻസ് ആണ്, അല്ലാതെ ഇതല്ല ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ഇതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇൻസിഡന്റ് റേ ഒബ്ജക്റ്റിൽ നിന്നാണ് വരിക, അതേ ഡിറക്ഷനിലല്ലേ ഈ മെഷർമെന്റ് നടക്കുന്നത്? അതെ. അപ്പൊ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? അതും പോസിറ്റീവ്, കാരണം ഇൻസിഡന്റ് റേന്റെ സെയിം ഡിറക്ഷൻ ആണ്. അപ്പൊ എഫിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി എന്താ കണ്ടെത്തേണ്ടത്? ഇമേജ് ഡിസ്റ്റൻസ്. കണ്ടെത്തേണ്ട സൈന് നമ്മൾ ആദ്യമേ ഊഹിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതില്ല, അത് സൈനോട് കൂടിയായിരിക്കും പുറത്തേക്ക് വരിക. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 1/f is equal to 1/v plus 1/u ആണ്. Therefore 1/v equal to 1/f minus 1/u എന്ന് കിട്ടും. 1/f തന്നെയാണ്, സൈൻ കൊടുക്കുക. മൈനസ് യു എന്താണ്? മൈനസ് എഫ് ആണ്, മൈനസ് എഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/f എന്ന് കിട്ടും. Or v is equal to, you will get f/2. The final answer is f/2, not infinity. ഇൻഫിനിറ്റി ആരുടെ കേസിലാണ് കിട്ടുക? അത് എവിടെ കിട്ടുക? അത് കോൺകേവ് മിററിന്റെ ഫോക്കസിൽ നിങ്ങൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോംസ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചാടി വീണ് പലപ്പോഴും കുട്ടികൾ തെറ്റായ ആൻസർ പറയുന്ന ഒരു കാര്യമാണത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നോക്കൂ, സ്ഫെരിക്കൽ അബറേഷൻ എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? സ്ഫെരിക്കൽ അബറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർജിനൽ റേസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും വളരെ ദൂരെ വരുന്ന ലൈറ്റ് റേസ്. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ദൂരെ വരുന്ന ലൈറ്റ് റേസ്, അവരുടെ പ്രത്യേകത എന്താ? അവര് ഒരു കോൺകേവ് മിററിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഫോക്കസിലേക്ക് പോകില്ല. മാർജിനൽ റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഡു നോട്ട് കൺവേർജ് ടു ദ ഫോക്കസ്. ഇൻസ്റ്റഡ് അത് വ്യത്യസ്ത പോയിന്റിലൂടെ പാസ് ചെയ്യാം. അപ്പോൾ ആസ് എ റിസൾട്ട് നമുക്ക് എന്താ കിട്ടുക? ഒരു ബ്ലേഡ് ഇമേജ് ആണ് കിട്ടുക, ഷാർപ്പ് ഇമേജ് നമുക്ക് കിട്ടില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ഫെരിക്കൽ അബറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്ഫെരിക്കൽ അബറേഷൻ ഒഴിവാക്കാനുള്ള മെത്തേഡ് എന്താ? ഒറ്റ പരിപാടിയേ ഉള്ളൂ. അതെന്താ? മാർജിനൽ റേസിനെ ഒഴിവാക്കുക. ആരാ മാർജിനൽ റേസ്? പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും വളരെ അകലെ കൂടെ വരുന്ന ലൈറ്റ് റേസ് ആണ് മാർജിനൽ റേസ്. അപ്പോൾ ഷോർട്ടർ അപ്പർച്ചർ മിറർ യൂസ് ചെയ്യാം. ഷോർട്ട് നോക്കൂ, ഇങ്ങനെ ഉള്ള ഒരു മിററിന് പകരം ഇത്ര മാത്രം ആക്കുക, കണ്ടോ? അപ്പൊ അതിന്റെ അപ്പർച്ചർ എത്ര ഉണ്ടാവുള്ളൂ? ആദ്യം അത്രയും വലിയ അപ്പർച്ചർ ഉണ്ട്. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് അകലെ വരുന്ന ലൈറ്റ് റേസ് ഒന്നും ഈ കേസിൽ വരൂല. അപ്പൊ ഷോർട്ടർ അപ്പർച്ചർ മിറേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് പരിപാടി. പിന്നെ നമുക്ക് വേണേൽ പറയാം യൂസിങ് സ്റ്റോപ്പേഴ്സ്. അതെന്താ സംഭവം? അതൊക്കെ ഉടായ്പ പരിപാടിയാണ്. നോക്കിക്കോ, ഇപ്പോൾ ഇത് മിറർ ഷോർട്ടർ അപ്പർച്ചർ യൂസ് ചെയ്യാന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ? അപ്പോൾ അത് ഷോർട്ടർ അപ്പർച്ചർ ആക്കാൻ, മുറിക്കാനൊന്നും നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടൊക്കെ വല്ല പേപ്പർ എന്തെങ്കിലും ഒക്കെ ഒട്ടിച്ച് വെക്കുക, കണ്ടോ? അപ്പൊ എന്താ? ഇതിലൂടെ ലൈറ്റ് വരൂല. അപ്പൊ ഷോർട്ടർ അപ്പർച്ചറായി മാറിയത്. അതാണ് ഈ ഐഡിയ. യൂസിങ് പരാബോളിക് മിറേഴ്സ്, കാരണം കോൺകേവ് മിറർ ഇങ്ങനെയല്ലടാ ഉണ്ടാവുക. അപ്പൊ ഇതിന് വലിയ അപ്പർച്ചർ ഉണ്ട്. ഇതിന്റെ രണ്ടറ്റും ഒന്നുകൂടെ അങ്ങോട്ട് ബെൻഡാക്കുക, അത് പരാബോളിക് ആയി. അപ്പോഴും എന്താ സംഭവിച്ചത്? അപ്പർച്ചർ കുറഞ്ഞു. അപ്പൊ മാർജിനൽ റേസ് ഒഴിവാകും. അപ്പൊ ബേസിക് പോയിന്റ് എന്താണ്? മാർജിനൽ റേസിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ബേസിക് ഐഡിയ. അതിനുള്ള മെത്തേഡ് എന്താ? ഷോർട്ടർ അപ്പർച്ചർ മിറേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. യെസ്, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ടു കോൺകേവ് മിറേഴ്സ് ഹാവ് സെയിം ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് രണ്ടുപേർക്കും സെയിം ആണ്. ബട്ട് അപ്പർച്ചർ ഓഫ് വൺ ഈസ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ. ഒരാൾക്ക് അപ്പർച്ചർ കൂടുതലാണ്, മറ്റേയാൾക്ക് അപ്പർച്ചർ കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞത്? ബോത്ത് മിറേഴ്സ് ആർ ഈക്വലി ഷാർപ്പർ ഇമേജസ്. തെറ്റാണ്. രണ്ടാളും ഒരേ ഷാർപ്പർ ഇമേജ് ആണ് യൂസ് ചെയ്യുക? അല്ല. ലാർജർ അപ്പർച്ചർ ഉള്ള മിററിന് സ്ഫെരിക്കൽ അബറേഷൻ ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് ഇമേജ് കിട്ടുക, അത്ര ഷാർപ്പ് ഇമേജ് കിട്ടൂല. ഷോർട്ടർ അപ്പർച്ചർ മിറർ ഫോം ഷാർപ്പർ ഇമേജ്. കറക്റ്റ്. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് അല്ലേ? ഷോർട്ടർ അപ്പർച്ചർ ഉള്ള മിറർ ആയിരിക്കും ഷാർപ്പർ ഇമേജ് തരിക, മറ്റത് ലേശം ബ്ലേഡ് ഇമേജ് ആയിരിക്കും നമുക്ക് തരിക. ഓക്കെ, ലെറ്റ്സ് പ്രൊസീഡ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ ഒരിക്കൽ എക്സാമിന് ചോദിച്ചാൽ റിഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു ഡാഷ് ഡിഫറെന്റ് വെലോസിറ്റീസ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെന്റ് മീഡിയ. ലൈറ്റിന് വ്യത്യസ്ത മീഡിയത്തിൽ വ്യത്യസ്ത സ്പീഡാണ്.
വ്യത്യസ്ത സ്പീഡ്. ഓക്കെ. ദെൻ ഡെൻസർ മീഡിയം, റയറർന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ, ഡെൻസർന്ന് റയറിലേക്ക് പോകുമ്പോൾ ബെൻസ് എവേ ഫ്രം ദ നോർമൽ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നെന്താ? വെലോസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ചസ്, ദെൻ വേവ് ലെങ്ത് ചേഞ്ചസ്, ദെൻ ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്യൂറിങ് റിഫ്രാക്ഷൻ ആരിൽ മാറ്റില്ല? ഫ്രീക്വൻസിയിൽ മാറ്റമില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. നൗ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് മാസ് ഡെൻസിറ്റി, ഇത് രണ്ട് ഡിഫറെന്റ് കോൺസെപ്റ്റാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് എത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്നോ അതിനനുസരിച്ചിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിനെയാണ് നമ്മൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് വിളിക്കുക, സിംപിളി ഡെൻസർ മീഡിയം. അപ്പൊ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് കുറവായിരിക്കും. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡെൻസിറ്റി. ഇത് രണ്ടാണ്. മനസ്സിലായോ? അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ടെർപ്പൻറ്റൈനും വാട്ടറും. വാട്ടറിന് മാസ് ഡെൻസിറ്റി കൂടുതലാണ് ടെർപ്പൻറ്റൈനേക്കാൾ. പക്ഷേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണ് കൂടുതൽ? ടെർപ്പൻറ്റൈനാണ് കൂടുതൽ. അപ്പൊ ഇതെന്തിനാ പ്രത്യേകം എടുത്തു പറഞ്ഞത്? നമ്മൾ സാധാരണ നോക്കുന്ന സമയത്ത് പലർക്കും തോന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാക്ക് തന്നെയല്ലേ മാസ് ഡെൻസിറ്റിയും കൂടുക. അല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബോത്ത് ആർ ഡിഫറെന്റ് കോൺസെപ്റ്റ്സ്. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ. ദെൻ ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ നമുക്ക് സ്നെൽസ് ലോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്നെൽസ് ലോ എന്ന് പറയുന്നത്, സ്നെൽസ് ലോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സൈൻ എ ബൈ സൈൻ ആർ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് or which is ആ കോൺസ്റ്റന്റ് ആയ n21 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്, n2 ഡിവൈഡഡ് ബൈ n1. അപ്പൊ ഇത് പലപ്പോഴും നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും ഹെൽപ്ഫുൾ ആവില്ല. എങ്ങനെ നോക്കിയാൽ മതി? ഫസ്റ്റ് മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു അവിടുത്തെ ആംഗിൾ എത്ര നോക്കുക, അതിന്റെ സൈൻ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു n2 സൈൻ തീറ്റ 2. ഇനി അങ്ങനെ എത്ര മീഡിയം ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് പറഞ്ഞങ്ങനെ പോവാം. മനസ്സിലായോ? ലൈറ്റിങ്ങനെ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക്, അവിടെ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു പോകാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ദിസ് ഈസ് സ്നെൽസ് ലോ. ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതെങ്ങനെയെന്ന് ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ഇനി നോക്കൂ, നമുക്ക് ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇഫ് എപ്സിലോൺ 0 മ്യൂ 0 ആർ ഇലക്ട്രിക് പെർമിറ്റിവിറ്റി ആൻഡ് മാഗ്നറ്റിക് permeability respectively for free space, while epsilon and mu those of a given medium, then absolute refractive index of a medium. Absolute refractive index n എന്ന് പറഞ്ഞാൽ എന്താ? അത് c by v ആണ്. c by v. c എന്ന് പറഞ്ഞാൽ ആരാ? 1 by root of epsilon 0 mu 0 ആണ്. v എന്ന് പറഞ്ഞാൽ ആരാ? v എന്ന് പറഞ്ഞാൽ 1 by root of epsilon 0 epsilon r mu 0 mu r ആണ്. ഓക്കെ. കട്ട് ചെയ്യാനുള്ള നോക്കൂ. എപ്സിലോൺ 0 mu 0 കട്ട് ചെയ്തു. ബാക്കി നമുക്ക് ആരാളുള്ളത്? n is equal to root of epsilon r mu r. Yes, option D is the right answer. Refractive index. Okay. Now refraction through rectangular glass slab. ഇങ്ങനെ ലൈറ്റ് നോക്കൂ, ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ലൈറ്റ് ഇങ്ങനെയാണ് പോവുക എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഡിറക്ഷനും ഫൈനൽ ഡിറക്ഷനും പാരലൽ ആയിരിക്കും. പാരലൽ. ഇൻസിഡന്റ് റേ ആൻഡ് എമർജന്റ് റേ ആർ പാരലൽ ബട്ട് ലാറ്ററലി ഷിഫ്റ്റഡ്. ഇങ്ങനെ പോകേണ്ട ആള് അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവര് തമ്മിലുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ വിളിക്കല്? അതിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ്. എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കും. എക്സ് അല്ല, ഇപ്പോൾ ഞാൻ ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കട്ടോ. അപ്പൊ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു, അതാ ഇവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതാ ഈ എക്സ്, ലെറ്റ് മീ മാർക്ക് ഇറ്റ് ആസ് ഡെൽറ്റ എക്സ്. ഓക്കെ. അപ്പൊ ഡെൽറ്റ എക്സ് എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ടി സൈൻ ഐ മൈനസ് ആർ ഡിവൈഡഡ് ബൈ കോസ് ആർ. ഇതാണ് ഇക്വേഷൻ. ടി സൈൻ ഐ മൈനസ് R1 ഡിവൈഡഡ് ബൈ കോസ് R1. R1ഉം R2ഉം ഈക്വൽ ആയിരിക്കും ഇവിടെ. R1 R2 ഈക്വൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ആരാ? ടി എന്ന് പറഞ്ഞത് തിക്നെസ് ഓഫ് ദ സ്ലാബ്. ആ ഗ്ലാസ് സ്ലാബിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്ക് നമ്മൾ പിന്നെ ഫിസിക്കലി പറയുന്ന തിക്നെസ് അല്ല, പകരം ഏത് ഫേസിലൂടെയാണോ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്, ഏത് ഫേസിലൂടെയാണോ ലൈറ്റ് എമേർജ് ചെയ്യുന്നത്,
ആ രണ്ട് ഫേസുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസിനെയാണ് തിക്നെസ് ഓഫ് ദ സ്ലാബ് എന്ന് വിളിക്കുന്നത്. അപ്പൊ തിക്നെസ് ഓഫ് ദ സ്ലാബ് മനസ്സിലായോ? ദിസ് ഈസ് ദ തിക്നെസ് ഓഫ് ദ സ്ലാബ്, ദാറ്റ് ഈസ് ടി. ലൈറ്റ് എൻ്റർ ചെയ്യുന്ന ഫേസും എമേർജ് ചെയ്യുന്ന ഫേസും തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് തിക്നെസ് ഓഫ് ദ സ്ലാബ്. നമുക്കൊരു അടിപൊളി ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. The array of light enters a rectangular glass slab of refractive index √3 at an angle of incidence 60 degree. It travels a distance 5 centimeter inside the slab and emerges out of the slab. The perpendicular distance between incident ray and the emergent ray. എന്ന് വെച്ചാൽ ചോദ്യം എന്താണ്? ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനാണ്. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ്, യെസ്, നമുക്ക് കണ്ടെത്താം. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മളിവിടെ കണ്ടെത്തുന്ന സമയത്ത് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ദെൻ ഓൺലി തിങ്സ് വിൽ ബി ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കേ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഞാനതിന് ഒന്ന് വരക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആട്ടത്. ദ ഇൻസിഡന്റ് റേ ഇങ്ങനെ വന്നു. ഇൻസിഡന്റ് റേ അപ്പോൾ ഇൻസിഡന്റ് റേ വന്നാൽ അത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു, എന്നിട്ട് ഫൈനലി ഇങ്ങനെ എമേർജ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അത് 60 ഡിഗ്രി എന്നല്ലേ തന്ന്? അതെ, 60 ഡിഗ്രി. ദിസ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് നമുക്കറിയില്ല. n ഈസ് ഈക്വൽ ടു √3 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ, ഇത്രയാണല്ലോ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. യെസ്, ഇത് തിക്നെസ് ഓഫ് ദ സ്ലാബ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും തിക്നെസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ പല കുട്ടികളും തെറ്റിദ്ധരിക്കും. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കണ്ട ഒരു അബദ്ധം അതാണ്. അതായത് ഇവിടെ ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ഇൻസൈഡ് ദ സ്ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾ പലപ്പോഴും തിക്നെസ് ഓഫ് ദ സ്ലാബ് ആയിട്ട് എടുക്കും. അതെടുക്കരുത്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ത്രൂ ദ സ്ലാബ് എന്ന് പറഞ്ഞാൽ അത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് 5 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഇത് എ, ഇത് ബി എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ സി എന്ന് വിളിക്കാം. ഓക്കെ, എ ബി ആണ് ക്വസ്റ്റ്യനിൽ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത്, തിക്നെസ് അല്ല. ഇനി നോക്കൂ, ഈ ആംഗിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആരെ കണ്ടെത്താം? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടെത്താം യൂസിങ് സ്നെൽസ് ലോ. കാരണം ഇവിടെ എയർ ആണ്. അപ്പൊ ഇത് കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇവിടെ എയർ, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? 1 ആണ്. അപ്പോൾ ഇവിടെ n1 sin i അല്ലെങ്കിൽ sin തീറ്റ 1 into sin 60, ദാറ്റ് ഈസ് ഈക്വൽ ടു √3 sin r1 എന്ന് കൊടുക്കാം. റെഡി? ഓക്കെ, therefore you will get sin r1 equal to sin 60 എന്ന് പറഞ്ഞാൽ √3/2 into 1/√3 equal to 1/2. r1 equal to 30 ഡിഗ്രി എന്ന് നിങ്ങൾക്ക് ഇതിന് കിട്ടും. r1ന്റെ വാല്യൂ 30 ഡിഗ്രി, 30 ഡിഗ്രിയാണ്. r1 ഈസ് 30. ക്ലിയർ അല്ലേ? r1 30 എന്ന് കിട്ടി. റെഡി? ഓക്കെ, r1 30 കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ്. r1 ഈസ് 30 എന്ന് നമുക്ക് മനസ്സിലായി. r1 30 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ? എനിക്ക് വേണ്ടത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ദ ഇനീഷ്യൽ ഡിറക്ഷനെ നേരെ അങ്ങോട്ട് മാർക്ക് ചെയ്താൽ ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണത്. അപ്പോൾ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ടി സൈൻ ഐ മൈനസ് r1 ഡിവൈഡഡ് ബൈ കോസ് r1 എന്നാണ്. കോസ് r1. അപ്പൊ എനിക്ക് ടി വേണം. ആ ടി കിട്ടാനാണ് എനിക്ക് എൻ്റെ അടുത്ത പരിപാടി. അതിന് നോക്കൂ, ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രം ട്രയാങ്കിൾ ഞാൻ ഇവിടെ എഴുതാം. ഫ്രം ട്രയാങ്കിൾ CAB എന്ന ട്രയാങ്കിൾ എടുക്കുക. CAB, അവിടെ ഞാൻ കോസ് r1 എടുക്കാൻ പോവാ. കോസ് r1 ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ടി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5. റെഡി അല്ലേ? അപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. കോസ് r1 കിട്ടിയല്ലോ, അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ടി സൈൻ ഐ എത്ര? 60, r1 എത്ര? 30 ഡിവൈഡഡ് ബൈ കോസ് r1 ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അതായത് t/5. അപ്പൊ ആ 5 എവിടെ പോകും? 5 മുകളിലേക്ക് പോകും.
5 മുകളിലേക്ക്. ഇപ്പോൾ നോക്കൂ ടി ടി കട്ട് ബാക്കി നമുക്ക് ആരാളുള്ളത് sin 30 എത്ര 1/2 into 5. The answer is 5/2 centimeter. We have got the final answer. That is option C is the right answer. Option C is correct. Option C is the right answer. മനസ്സിലായോ? അടിപൊളിയല്ലേ? യെസ്, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് നോക്കൂ, റിഫ്രാക്ഷന്റെ അപ്ലിക്കേഷൻസ് ഓഫ് റിഫ്രാക്ഷൻ ആണ്. അപ്ലിക്കേഷൻസ് ഓഫ് റിഫ്രാക്ഷനിൽ യു ക്യാൻ സീ റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത്. റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്റ്റ് ഇൻ ദ ഡെൻസർ മീഡിയം, ഒബ്സർവർ ഇൻ ദ റെയറർ മീഡിയം. ഒബ്ജക്റ്റ് ഡെൻസർ മീഡിയത്തിലും ഒബ്സർവർ റെയറർ മീഡിയത്തിലും എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ നോക്കൂ, ഒരു വലിയ പോണ്ടിലേക്ക് കുളത്തിലേക്ക് നമ്മൾ നോക്കുന്നു, കുളത്തിലുള്ള ഒരു ഫിഷിനെ നമ്മൾ നോക്കുന്ന സിറ്റുവേഷൻ. ഇതാണ് നോർമൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. അത്തരം സിറ്റുവേഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കേസിൽ നോക്കൂ, ഇവിടെയാണ് ഫിഷ് ഉള്ളത്, ഇതിപ്പോൾ ഫിഷർമാൻ ആണ് നോക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ഫിഷിനെ ഫിഷർമാൻ നോക്കുമ്പോൾ അത് ഏകദേശം ഇവിടെ ആയിട്ടാണ് തോന്നുക. അപ്പൊ ശരിക്കുള്ള ഡെപ്ത് ഇത്ര ഉണ്ട്, പക്ഷെ അപ്പാരന്റ് ഡെപ്ത് ഇത്രയേ ഉള്ളൂ, അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ ഇവിടെ റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തും തമ്മിലുള്ള റിലേഷൻ എന്താ? n is equal to റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് എന്നാ. n is equal to റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. ഒറിജിനലി ഇക്വേഷൻ ഇങ്ങനെയല്ല. ഒറിജിനലി ഇക്വേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയറർ മീഡിയം ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. ഇതാണ് ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഞാൻ ഇക്വേഷൻസ് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ. NDR റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയറർ ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ റെയറർ മീഡിയം എന്തായിരിക്കും? എയർ ആയിരിക്കും. അപ്പൊ എയറിന്റെ റിഫ്രാക്റ്റീവ് എത്ര? 1. പിന്നെ എൻ ഡി എന്ന് പറയേണ്ടതില്ല. അപ്പൊ ഇനി എന്ത് പറഞ്ഞാൽ മതി? n പറഞ്ഞാൽ മതി. അപ്പൊ n ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ ഷിഫ്റ്റ് ചോദിച്ചാലോ? ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഇപ്പൊ ഷിഫ്റ്റ്. ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഷിഫ്റ്റ് എസ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? അത് റിയൽ ഡെപ്ത് എന്ന് അപ്പാരന്റ് ഡെപ്ത് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തത് t into 1 minus 1/n എന്ന് വെച്ചാൽ എന്താ? റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്ത് എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്. ഇനി വെരി റയർലി ഇതിന്റെ റിവേഴ്സ് നമ്മളോട് ചോദിക്കും. ഫിഷർമാനെ നോക്കുമ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്? ഫിഷർമാനെ നോക്കുക എന്ന് വെച്ചാൽ ഒബ്സർവർ ഡെൻസർ മീഡിയത്തിലാവുന്ന സിറ്റുവേഷൻ. ഫിഷർമാനെ നോക്കുമ്പോൾ ഒബ്സർവർ ആരാ? ഫിഷാണ്. ആ സിറ്റുവേഷനിൽ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യും. അവിടെ ഇക്വേഷൻ നോക്കൂ, n ഈസ് ഈക്വൽ NDR ഈസ് ഈക്വൽ അപ്പാരന്റ് ഡെപ്ത് ബൈ റിയൽ ഡെപ്ത് എന്നാ. പക്ഷേ ഡെപ്ത് മെഷർ ചെയ്യൽ എങ്ങനെ? ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് ഇതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഇതാണ് റിയൽ ഡെപ്ത്, ഇതാണ് അപ്പാരന്റ് ഡെപ്ത്. മനസ്സിലായോ? ഓക്കെ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പറയാൻ ഇപ്പോൾ നമുക്ക് സമയമില്ല. കാരണം നമ്മുടെ വീഡിയോന്റെ ലെങ്ത് വല്ലാതെ എക്സീഡ് ചെയ്യും. നമുക്ക് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിലുകൾ നമ്മൾ പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒന്ന് ഓടിച്ചു പോകാനാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ അപ്പാരന്റ് ഡെപ്ത് ബൈ റിയൽ ഡെപ്ത് ആണ്. ആൻഡ് ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ t into n-1 എന്നാണ് നമുക്ക് കിട്ടുക. t into n-1 എന്ന് വെച്ചാൽ അപ്പാരന്റ് ഡെപ്ത് മൈനസ് റിയൽ ഡെപ്ത്. അതാണ് ഇവിടുത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഷിഫ്റ്റ് അതാണ്. യെസ്. നമുക്ക് 1-2 ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പോവാം. എ ഗ്ലാസ് സ്ലാബ് ഓഫ് തിക്നെസ് 15 cm പ്ലേസ്ഡ് ഓൺ എ ബ്ലാക്ക് ഡോട്ട് ഓൺ എ വൈറ്റ് പേപ്പർ. By what distance the dot would appear to be raised when viewed from the top? ഇവിടെ ലാസ്റ്റിൽ ഒരു സെന്റൻസ് നിങ്ങൾ കണ്ടോ? ഓൾ ദ എബോവ് ഇക്വേഷൻസ് ആർ വാലിഡ് ഓൺലി ഇൻ ദ കേസ് ഓഫ് നോർമൽ ഇൻസിഡൻസ് കാണുന്നുണ്ടോ? എന്താണ് പറഞ്ഞതിന്റെ മീനിങ് എന്ന് അറിയോ? ആ പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ n is equal to റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്തും അതുപോലെ ഷിഫ്റ്റ് s equal to t into 1 minus 1/n ഈ ഇക്വേഷൻസുകളൊക്കെ ശരിക്കും കുത്തനെ നോക്കുന്ന സമയത്തെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ വീണ്ടും പറയുന്നു, അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്കിത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുക. പക്ഷെ ഇപ്പം ആ പോയിന്റ് മാത്രം നമ്മൾ സംസാരിച്ച് പോവാം. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രിയോ 45 ഡിഗ്രിയോ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മറിച്ച് കുത്തനെ നോക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ വിചാരിക്കും ഇവിടെ നോക്കുന്നത് കുത്തനല്ലല്ലോ. പക്ഷെ ഈ ഡെറിവേഷനിൽ നമ്മുടെ ഒരു സ്റ്റെപ്പ് എന്താ അറിയോ? വെൻ ബി ഈസ് വെരി ക്ലോസ് ടു എ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അപ്പം നോട്ടം ആൾമോസ്റ്റ് എങ്ങനെയായി? കുത്തനെയായി, നോർമലി ആയി.
ഓക്കെ പോട്ടെ. പക്ഷെ നിങ്ങളോട് നോർമലി ഉള്ള കേസേ നിങ്ങളോട് ചോദിക്കൂ. അതുകൊണ്ട് നിങ്ങൾ അത്ര ടെൻഷൻ ആവേണ്ടതില്ല. അതൊരു ജെഇക്കും ജെഇ അഡ്വാൻസിനും ഒക്കെ എത്തുന്ന സമയത്ത് അവിടെ നോർമൽ ഇൻസിഡൻസ് മാത്രമല്ല, അവിടെ ഒബ്ലിക് ഇൻസിഡൻസിൽ വരുന്നതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഇക്വേഷൻ എങ്ങനെയുണ്ടോ ഡിറൈവ് ചെയ്യുന്നത് ആ മെത്തേഡാണ് അവിടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് ചോദ്യം എന്താണ്? ഒരു ബ്ലാക്ക് ഡോട്ടിന്റെ മുകളിൽ ഒരു 15 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള സ്ലാബ് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഡോട്ട് എത്ര കണ്ട് ഉയർത്തപ്പെട്ടതായിട്ട് റേസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഷിഫ്റ്റ്. അപ്പൊ ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു ടി മൈനസ് ടി ഡാഷ്. ടി മൈനസ് ടി ഡാഷ് ആണ്. അപ്പൊ ടി എന്ന് പറഞ്ഞത് ഇവിടെ ആരാണ്? ഓക്കെ, മാത്രല്ല എൻ ഈസ് ഈക്വൽ എന്താ? റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് ആണ്. അപ്പൊ അപ്പാരന്റ് ഡെപ്ത് ടി ഇതാ നമ്മൾ ഓൾറെഡി കണ്ടെത്തി 1 മൈനസ് 1/n നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഓക്കെ, ഇതെങ്ങനെ കാണുന്നത്? ടി ഡാഷ് ഈസ് ഈക്വൽ ടു ടി ബൈ എന്ന് കിട്ടും. അത് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈക്വേഷൻ കിട്ടുക. ഇവിടെ ടി എത്ര? 15 സെന്റിമീറ്റർ ഇൻറ്റു 1 മൈനസ് എൻ എത്ര? 1.5 എന്ന് വെച്ചാൽ 3/2. അതിനെ തിരിച്ചിടുക. അപ്പൊ 2/3. ദാറ്റ് ഈസ് 15 ഇൻറ്റു 1/3 ഈക്വൽ ടു 5 സെന്റിമീറ്റർ ഇസ് ദ ഫൈനൽ ആൻസർ. The answer is 5 centimeter. 5 സെന്റിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. An air bubble in a glass slab 6 centimeter deep as viewed from one face and 4 centimeter deep as viewed from the other face. Thickness of the glass slab. എന്ന് വെച്ചാൽ ഇത്തരം ക്വസ്റ്റ്യൻസും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു എയർ ബബിൾ ഉണ്ട്. ഒരു ഭാഗത്തു നിന്ന് നോക്കിയപ്പോൾ അത് 6 സെന്റിമീറ്റർ താഴ്ചയിൽ കാണപ്പെട്ടു എന്നാ. അപ്പൊ അത് റിയൽ അല്ല, അപ്പാരന്റ് ഡെപ്ത് ആണ് 6 സെന്റിമീറ്റർ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ അത് കാണപ്പെട്ട, അതാണ് ഡാഷ് ഇട്ട് കേട്ടോ, 4 സെന്റിമീറ്ററിലാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ബബിൾ എങ്ങാനും ഒരറ്റത്തായിരുന്നെങ്കിൽ ഇവിടുന്ന് നോക്കിയാൽ 10 സെന്റിമീറ്റർ താഴ്ചയിൽ കാണപ്പെടുമായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ മീനിങ്. Therefore, total apparent depth is equal to 6 plus 4 equal to 10 സെന്റിമീറ്റർ ആണ്. യെസ്, ഇനി നമ്മളോട് ക്വസ്റ്റൻ എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ദ തിക്നെസ് ഓഫ് ദ സ്ലാബ്. അപ്പൊ ടോട്ടൽ, അപ്പൊ n is equal to റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. അപ്പോൾ t is equal to n into t dash. n എത്രയാണ്? 3/2. t dash എത്രയാണ്? 10. Therefore, the answer is 15 centimeter. Option C is correct. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നൗ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് TER. TERന്റെ കേസിലെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ വലിയ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഡെൻസറിന് റെയറിലേക്ക് വേണം ലൈറ്റ് പോകാൻ. TER സംഭവിക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ, ദ റേ മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം. ആൻഡ് സെക്കൻഡ് കേസ് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പോൾ ഒരിക്കലും നമ്മുടെ റേ സെക്കൻഡ് മീഡിയത്തിലേക്ക് റിഫ്രാക്ട് ചെയ്യില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ടോട്ടലി ഇന്റേണലി റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ ഫസ്റ്റ് മീഡിയം. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഒറ്റ കാര്യം ഞാൻ ഇവിടെ പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ ഇത് സിയിൽ ഇൻസിഡന്റ് ചെയ്തപ്പോൾ ലൈറ്റ് ഇങ്ങനെ പോയി. സീനേക്കാൾ ഒരു ഇത്തിരി കൂടി എന്ന് വിചാരിക്കുക, ഇവിടെ നോക്കൂ, ഇതൊരു ഇത്തിരി കൂടിക്കഴിഞ്ഞാൽ ഈ പോണത് എങ്ങനെ പോവുക? ഒരു ഇത്തിരി ഇങ്ങോട്ടല്ലേ പോവുക? ആണോ? അല്ല കേട്ടോ. ഇതാ ഞാൻ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാണ്. ലൈറ്റ് ഇങ്ങനെ വന്നു, ഇതാ അങ്ങോട്ട് പോയി. ഇനി ഇവിടുന്ന് ഞാനൊരു ഇത്തിരി കൂട്ടിയാൽ ഇവിടുന്ന് ഒരു ഇത്തിരി ഇങ്ങോട്ട് വരിക എന്ന് നിങ്ങൾ പറഞ്ഞാൽ തെറ്റാണ്. കാരണം വൺസ് നോക്കൂ, ഇത് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയാൽ പിന്നെ അത് റിഫ്ലക്ഷൻ ആണ്. ഇറ്റ് ഹാസ് ടു ഒബേ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. എന്ന് വെച്ചാൽ ഈ ആംഗിൾ എത്രയാണോ അത്ര തന്നെ ആയിരിക്കണം ഇതും. അതാണ് പിന്നെ അവിടെ റൂള്. അല്ലാതെ അവിടെ ഇത്തിരി ഒത്തിരി എന്നുള്ള പ്രശ്നമില്ല. ഓക്കെ, യെസ്. അപ്പൊ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ക്രിറ്റിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. n is equal to 1/sin c ആണ്. n is equal to 1/sin c. അപ്പൊ ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. n is equal to 1/sin c. വാട്ടറിന്റെ ക്രിറ്റിക്കൽ ആംഗിൾ അപ്രോക്സിമേറ്റ്ലി 49 ആണ്. ഗ്ലാസിൻ്റെത് 42. ഡയമണ്ടിനാണ് ഏറ്റവും കുറവ് ക്രിറ്റിക്കൽ ആംഗിൾ, അത് അറൗണ്ട് 24 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ വേവ് ലെങ്ത് ആർക്കാണ് ഏറ്റവും കുറവ്? വയലറ്റിന്, പിന്നെ ഗ്രീന്, പിന്നെ റെഡ്. ഇൻ ബിറ്റ്വീനിൽ ബാക്കിയുള്ളവരുണ്ട്.
ഇൻ ബിറ്റ്വീനിൽ ബാക്കിയുള്ളവരുണ്ട്. ഓക്കെ, വേവ് ലെങ്ത് ഏറ്റവും കുറവാണെങ്കിൽ അവർക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലായിരിക്കും. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ എഗെയിൻ, അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. വയലറ്റിന് കൂടുതലുള്ളത് ആര് മാത്രമാണെന്ന് ആലോചിച്ചാൽ മതി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വയലറ്റിന് കൂടുതലുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. വേവ് ലെങ്ത് കുറവാണ്, ക്രിറ്റിക്കൽ ആംഗിൾ വയലറ്റിന് കുറവാണ്. ഇനി ഒരാൾ കൂടി വരാണ്ടതിൽ ഫോക്കൽ ലെങ്ത്തും വയലറ്റിന് കുറവായിരിക്കും. റെഡിനാണ് ഫോക്കൽ ലെങ്ത് കൂടുക. ഓക്കെ, യെസ്. ഇവിടെ ഒരു ക്വസ്റ്റൻ എന്താണ്? ടു ട്രാൻസ്പാരന്റ് മീഡിയ എ ആൻഡ് ബി ആർ സെപ്പറേറ്റഡ് ബൈ എ പ്ലെയിൻ ബൗണ്ടറി. ഓക്കെ, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദോസ് മീഡിയ ആർ, അതായത് എയിലെ സ്പീഡ് ഇതാണ്, ബിയിലെ സ്പീഡ്. അപ്പൊ സ്പീഡ് എവിടെ കൂടുതൽ? ബിയിലാണ്. അപ്പൊ ബി ഡെൻസർ മീഡിയ. സ്പീഡ് കൂടിയ മീഡിയത്തിനാണ് നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയുക. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നു ക്രിറ്റിക്കൽ ആംഗിൾ ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ക്രിറ്റിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ n is equal to 1/sin c ആണ്. n is equal to 1/sin c. നിൽക്കട്ടെ, ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഒരു മീഡിയം, ഇവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ വെറും n അല്ലത്, ഇതെന്താ? ഇത് NDR ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയറർ. എന്ന് വെച്ചാൽ ധാരാ ND ഡിവൈഡഡ് ബൈ NR ഈക്വൽ ടു 1/sin c ആണ്. 1/sin c. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്കൂ, ഇതാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് ND NR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം n is equal to c/v ആണ്. n is equal to c/v. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ND എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആരവിടെ? ND എന്ന് പറഞ്ഞാൽ c ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡെൻസർ മീഡിയം. അതെത്ര? അത് ഇതാണ്. വെലോസിറ്റി ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്പീഡ് കുറവുള്ളതല്ലടാ ഡെൻസർ മീഡിയം. സ്പീഡ് കുറവുള്ളതാണ് ഡെൻസർ മീഡിയം. അപ്പൊ ആരാണത്? അപ്പോൾ c ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു 10⁻8 ഇൻറ്റു, ഇനി c താഴെ ഇൻറ്റു 1/nr ആണ്. ഇത് 2 ഇൻറ്റു 10⁻8. 2 ഇൻറ്റു 10⁻8. ഓക്കെ, 10⁻8 നമ്മൾ കട്ട് ചെയ്തു. c നമ്മൾ കട്ട് ചെയ്തു. c കട്ട് ചെയ്തു. ബാക്കി നമുക്ക് ആരാ ഉള്ളത്? ബാക്കി 2 ഡിവൈഡഡ് ബൈ 3/2. ആ 2 കൂടെ മേലേക്ക് പോയി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/sin c. 1/sin c ഓർ sin c ഈക്വൽ ടു 3/4. 3/4 എന്ന് പറഞ്ഞാൽ എത്രയാടാ? മുക്കാല്. അപ്പൊ ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. c ഈക്വൽ ടു എത്രയാണ്? c ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.75. c ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.75 എന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സെറ്റ് അല്ലേ? റെഡി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. ഫീൽഡ് ഓഫ് വിഷൻ ഓഫ് എ ഫിഷ് ഓർ എ ഡൈവർ. ഡൈവിങ്, നോട്ട് ഡ്രൈവർ ബട്ട് ഡൈവിങ്. ഓക്കെ, നമുക്കറിയാം, ഇവിടെ നോക്കൂ, ഒരു ടാങ്കിന് താഴെ ഇവിടെ ഒരു ഫിഷ് ഉണ്ടെങ്കിൽ ആ ഫിഷിന് ഇങ്ങനെ നോക്കുമ്പോൾ, വേണ്ട ടാങ്ക് അല്ല, കടലിൻ്റെ താഴെ നിന്ന് ചോദിക്കും, കടൽ സി. അപ്പൊ സിയിൽ നോക്കൂ, ഇവിടെ ആണെങ്കിൽ നമുക്കറിയാം സീന്റെ സർഫസിൽ നിന്നുകൊണ്ട്, ഇപ്പൊ നമ്മളൊരു ഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ നിന്നിട്ട് പിന്നെ കടലിൽ കുറെ പിന്നെ ആഴക്കടലിൽ മീൻസ് കുറെ എന്താ പറയാ, കടലിന്റെ മധ്യത്തിൽ എന്ന് പറയാം. അവിടെ പോയിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കി, യു ക്യാൻ സീ ദ എൻറ്റയർ വേൾഡ്. പക്ഷെ നിങ്ങൾ അവിടുന്ന് വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി മുങ്ങിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യു കനോട്ട് സീ ദ എൻറ്റയർ വേൾഡ്. ഇൻസ്റ്റെഡ് യു ക്യാൻ സീ ദ ഔട്ട്സൈഡ് വേൾഡ് ഓൺലി ത്രൂ എ സർക്കുലർ പാച്ച് ഓർ എ സർക്കുലർ ഹൊറൈസൺ. അതാണ് ഈ കാണിച്ചത്. എന്താ കാരണം? ഇവിടുന്ന് ലൈറ്റ് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് സി ആണെങ്കിൽ എന്ന് വെച്ചാൽ ക്രിറ്റിക്കൽ ആംഗിൾ ആണെങ്കിൽ അത് ഇങ്ങനെ എങ്ങനെ പോവുക? അപ്പോൾ ഇനി ഇങ്ങനെ പോണ ലൈറ്ററയോ അതിന് TR സംഭവിച്ച് ഇങ്ങോട്ട് വരും. അപ്പൊ 3 ഡയമെൻഷനലി ഇവിടെ ഉള്ള ഈ ഒരു സർക്കുലാർ ഏരിയയിലൂടെ മാത്രമേ ഈ മുങ്ങിക്കിടക്കുന്ന ആളിലേക്ക് അങ്ങോട്ടും ലൈറ്റ് പോകുള്ളൂ. ഡ്യൂ ടു പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി. കാരണം അവിടുന്ന് ഇങ്ങോട്ട് ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും ലൈറ്റ് പോകുള്ളൂ. അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് പറയാം. ഓക്കെ, നമുക്കറിയേണ്ടത് ഈ റേഡിയസ് എത്രയാണ്. ആ റേഡിയസിന്റെ ഇക്വേഷൻ ആണ് R is equal to h divided by root of n square minus 1.
This is very important. R is equal to h divided by root of n square minus 1. Okay, അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. A bulb placed at the bottom of 2 root 7 meter in water. Refractive index തന്നിട്ടുണ്ട്. And floating opaque disc is placed over the bulb so that the bulb is not visible from the surface. Minimum diameter of the disc. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ക്വസ്റ്റ്യൻ പറഞ്ഞത് നോക്കൂ, ഇതിൽ ഇത്രയും വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ ഇവിടെ പോയിട്ടൊരു ബൾബുണ്ട്, ഇവിടെ ഒരു ബൾബുണ്ട്. ആ ബൾബിൽ നിന്ന് ലൈറ്റ് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയല്ലേ ലൈറ്റ് വരുള്ളൂ, ഇങ്ങനെ ലൈറ്റ് വരൂ. അപ്പോൾ ഇവിടെ സർക്കുലാർ ഒരു ഏരിയ ഇവിടെ ഉണ്ടാവും. ഈ ഏരിയയിലൂടെ മാത്രമേ ലൈറ്റ് പുറത്തേക്ക് വരുള്ളൂ. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയുന്നു, അവിടെ കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഒരു ഒപ്പാക്ക് ഡിസ്ക്, ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഒരു ഡിസ്ക് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കാൻ. ആ ഡിസ്കിന്റെ ഡയമീറ്റർ എത്രയാവണം എന്നാണ് ക്വസ്റ്റ്യൻ. കേട്ടോ, ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി കേൾക്കട്ടോ ആ ഭാഗം. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ റേഡിയസ് അറിയാം. R is equal to h divided by root of n square minus 1. ദാറ്റ് ഈസ് h എത്ര? 2 root 7 divided by root of 16 by 9 അല്ലേ, 4 by 3 സ്ക്വയർ minus 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 root 7 whole divided by 16 minus 9 എന്ന് പറയുമ്പോൾ എത്രയായി? 7. അപ്പോൾ 7 by 9 അതിൻ്റെ റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 7 കട്ട് ചെയ്ത് പോയി 2 into റൂട്ട് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 2 into 3 6 മീറ്റർ എന്ന് നിങ്ങൾക്ക് റേഡിയസ് കിട്ടും. പക്ഷെ നമ്മളോട് ചോദിച്ചത് റേഡിയസ് അല്ല, ഡയമീറ്റർ ആണ്. Therefore ഡയ എത്രയാണ്? ഡയമീറ്റർ എത്രയാണ്? 12 മീറ്റർ ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ വളരെ കെയർഫുൾ ആവണം. ഇവിടെ മുമ്പൊരു മെഡിക്കൽ എൻട്രൻസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണം. അപ്പോൾ ശരിക്കും വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കണേ. എ സ്വിമ്മർ ഈസ് സ്വിമ്മിങ് ഇൻസൈഡ് എ ടാങ്ക് ഓഫ് വാട്ടർ. He looks up at the sky through the water surface. The surface is calm. Sky is bright due to daylight. He can see a small illuminated patch directly above his head, whose angular size is independent of the depth of the swimmer inside the tank. A small illuminated patch directly above his head, whose angular size depends on the depth of the swimmer. Nothing but darkness outside the tank. The entire top surface of the water illuminated എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ? ഞാൻ നോക്കും, പുതിയ ഒരു സ്ലൈഡ് ഞാൻ ഇവിടെ എടുത്തിട്ട് ഞാൻ ആ കാര്യം പറയാം. യെസ്, നോക്കിക്കോളൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ ടാങ്ക്. അപ്പോൾ ഇതിൽ ഇത്രയും വാട്ടർ ഉണ്ട് എന്ന് കരുതിക്കോളൂ. ഇവിടെയാണ് ഇപ്പം ഞാനിതാ ഇവിടെ പറയാം. ഇവിടുന്ന് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. വേണ്ട, ഇവിടെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എടുക്കാം. സീ ദിസ്, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ലൈറ്റ് നോക്കുക, ഇവിടുന്ന് അങ്ങോട്ട് വന്നു, ഇവിടുന്ന് ലൈറ്റ് ഇതാ ഇങ്ങോട്ട് വന്നു. ഓക്കെ, ലൈറ്റ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇത് ഇതാ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിളിലാണെങ്കിൽ അത് ഇതിലങ്ങോട്ട് പോകും, സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ക്രിട്ടിക്കൽ ആംഗിളാണ്, ഇത് ക്രിട്ടിക്കൽ ആംഗിൾ. ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആംഗുലാർ സൈസ്? അതറിയണം. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന റൂമിലെ വിൻഡോന്റെ അടുത്തേക്ക് നോക്കൂ. നിങ്ങൾ ആ വിൻഡോന്റെ ലീനിയർ സൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള അതിന്റെ ലെങ്ത്, അതാണ് അതിന്റെ ലീനിയർ സൈസ്. അതിന്റെ ആംഗുലാർ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വിൻഡോന്റെ മുന്നിൽ നിൽക്കുന്നു, എന്നിട്ട് വിൻഡോന്റെ ആംഗുലാർ സൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്തുനിന്ന് വിൻഡോന്റെ രണ്ടറ്റത്തേക്കും നിങ്ങൾ ഇതാ ഓരോ ലൈൻ കൺസിഡർ ചെയ്യാം. ആ ലൈനുകൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിളിനാണ് അതിന്റെ ആംഗുലാർ സൈസ് എന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിൻഡോന്റെ അടുത്തേക്ക് പോണതനുസരിച്ച് നിങ്ങളുടെ കൈ ഇതാ ആംഗിൾ ഇങ്ങനെ വലുതാവും, ദൂരേക്ക് വരുന്നതനുസരിച്ച് ആംഗിൾ ചെറുതാവും. അപ്പോൾ ആംഗുലാർ സൈസും അങ്ങനെ തന്നെയാണ്, കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പൊ ആംഗുലാർ സൈസ് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്ക് നിങ്ങൾ. ഇനി
ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ ആംഗുലാർ സൈസ് എന്ന് പറയുമ്പോൾ ദാ ഇവിടുത്തെ ആംഗുലാർ സൈസ് ഇതാണ്. ഇത് സി ആണ്, ഇത് സി ആണ്. അപ്പൊ ഇവിടെ വരുന്ന ഇതൊരു സോളിഡ് ആംഗിൾ ആണ്. നമ്മൾ പ്ലെയിനിൽ കൺസിഡർ ചെയ്താൽ ഇവിടെ 2c എന്ന് വരും. ഓക്കെ, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഡെപ്ത് നമ്മൾ കൂട്ടാൻ പോവാ. ഡെപ്ത് കൂട്ടിയിട്ട് ദാ ഇതിന്റെ അടുത്തത് നോക്കൂ, ഞാൻ ഇങ്ങനെ കൊടുത്താൽ ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാലും എന്താ ഇവിടെ സംഭവിക്കണം നോക്ക്. ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നോക്കൂ, ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ആംഗിൾ ഇപ്പോഴും സി ആണ്, ഇതും സി ആണ് അല്ലേ? അപ്പൊ ഇതിപ്പോഴും എന്താ? ഇത് 2c തന്നെയാണ്. ഇനി വീണ്ടും നിങ്ങൾ ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാലും നോ പ്രോബ്ലം. ഡെപ്ത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുകളിലുള്ള സൈസ് കൂടുന്നുണ്ട്. ഈ സൈസ് അല്ല ഇതിപ്പോ കൂടുതൽ സൈസായി, അതിലേറെ വലിയ സൈസായി ഇപ്പൊ ഇവിടെ. പക്ഷേ ആംഗുലാർ സൈസ് ഇവിടെ ഒക്കെ എന്താണ്? സെയിം ആണ്. ആംഗുലാർ സൈസിൽ മാറ്റമില്ല. എന്നാൽ മുകളിലുള്ള ഇവിടെ ഏരിയൽ സൈസ് ഇവിടെ മാറുന്നുണ്ട്. ആംഗുലാർ സൈസ് ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് മാറ്റമുണ്ടോ? പല കുട്ടികളും നെഗറ്റീവ് മാർക്ക് വാങ്ങിയിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പൊ ഏതാ ആൻസർ? എ സ്മോൾ ഇല്ലുമിനേറ്റഡ് പാച്ച് ഡയറക്ട്ലി എബവ് ഹിസ് ഹെഡ് whose angular size is independent of the depth of the swimmer inside the tank. Option A is the right answer. Option A is correct. Option A is the right answer. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളത് റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെരിക്കൽ സർഫസ്. ഒരു സ്ഫെരിക്കൽ സർഫസിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? അവിടുത്തെ ഇക്വേഷൻ എന്താ? n2/v മൈനസ് n1/u ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ r. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ മതി എല്ലാ കേസിനും അഡ്രസ് ചെയ്യാനും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിൽ n1 ആരാ n2 ആരാ എന്നുള്ളതിന് കൃത്യമായ ധാരണ വേണം. n1 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൽ എവിടുന്നാണോ ഇൻസിഡന്റ് റേ വരുന്നത് അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. n2 എന്ന് പറഞ്ഞാൽ ഏത് മീഡിയത്തിൽ തട്ടിയാണോ റിഫ്രാക്ഷൻ നടക്കുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒന്നുകൂടെ പറയാം, n1 ആരാ? ലൈറ്റ് ഏത് മീഡിയത്തിൽ നിന്നാണോ വരുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. n2 ആരാ? ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ അതിപ്പോൾ എന്താ വളരെ സിമ്പിൾ അല്ലേ, ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാ സമയത്തും അത്ര പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇതതിന്റെ സിമ്പിൾ കേസാണ്. n2 ആരാണ്? ഏത് മീഡിയത്തിലാണോ റിഫ്രാക്ഷൻ നടക്കുന്നത് ആ മീഡിയത്തിന്റെ ഒരുപക്ഷെ ഇമേജ് ഈ മീഡിയത്തിലാവണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വെർച്വൽ ഇമേജ് വരാം. അപ്പോൾ ഇവിടെ n2 മീഡിയത്തിൽ പോയിട്ട് നിങ്ങൾ ഇമേജിനെ തെരഞ്ഞാൽ എല്ലാ സമയവും കണ്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണ് n2? ഏത് മീഡിയത്തിലാണോ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് അതിനെയാണ് നമ്മൾ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. അതാണ് n2. ഓക്കെ, ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ, ലൈറ്റ് ഫ്രം എ പോയിന്റ് സോഴ്സ് ഫോൾസ് on a convex spherical glass surface. Okay, the distance of light source from the glass surface is 100 cm. At what position image is formed? അപ്പോൾ സർഫസ് സ്ഫെരിക്കൽ കോൺവെക്സ് സ്ഫെരിക്കൽ സർഫസ് എന്ന് പറഞ്ഞു. ഓക്കെ, റെഡി. അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. റേഡിയസ് 20 സെന്റിമീറ്റർ ആണ്, അതും സെറ്റ് 20 സെന്റിമീറ്റർ. ഓക്കെ, ദ ഡിസ്റ്റൻസ് ഓഫ് ലൈറ്റ് സോഴ്സ് ഫ്രം ദ ഗ്ലാസ് സർഫസ് 100 സെന്റിമീറ്റർ. അപ്പോൾ യു തന്നിട്ടുണ്ട്, നോക്കൂ, യു അത് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് യു ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ഇമേജിന്റെ പൊസിഷനാണ് കണ്ടെത്തേണ്ടത്. നോക്കാം നമുക്ക്. ഞാൻ ആദ്യം ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇക്വേഷൻ n2/v മൈനസ് n1/u ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ r. ഓക്കെ, n2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏത് മീഡിയത്തിലാണോ റിഫ്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതിവിടെ എത്രയാണ്? 1.5 ഡിവൈഡഡ് ബൈ v മൈനസ് n1 എത്ര? n1 ഈസ് 1 ഡിവൈഡഡ് ബൈ u എത്ര? മൈനസ് 100. v ആണ് കണ്ടെത്തേണ്ടത്. അതിന്റെ സൈൻ നിങ്ങൾ ആലോചിച്ച് കഷ്ടപ്പെടേണ്ട, സൈനോട് കൂടി വന്നോളൂ അത്. ഓക്കെ, ഈക്വൽ ടു 1.5 മൈനസ് 1 ഡിവൈഡഡ് ബൈ റേഡിയസ് ഇവിടുന്ന് അങ്ങോട്ടാണ് മെഷറിന്, കാരണം ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ ഉണ്ടാവുക. അപ്പൊ അത് പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് 20.
ഓർ 1.5 എന്ന് പറഞ്ഞാൽ 3/2. അപ്പൊ 3/2v ഈക്വൽ ടു ഇവിടെ ആരാ ഉള്ളത് 1 കാരണം 1.5 എന്ന് 1 പോയാൽ 0.5 0.5 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 1/2 ഇൻറ്റു 1/20 എത്ര 1/40. അയ്യോ പിന്നെ 1/1 ഇവിടെ നിങ്ങൾക്ക് 40 കിട്ടും 40. പിന്നെ ഈ ടേം നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ -1/100 വേണമെങ്കിൽ ഓക്കെ. ഇപ്പൊ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ 2 ഇവിടെ ഒക്കെ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 20 ആയി, ഇവിടെ 50 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു LCM 100 എടുത്തു. അപ്പൊ ഇവിടെ 5 - 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3/100. ഓക്കെ. ഇനി ന്യൂമറേറ്ററിലുള്ള 3 അപ്പുറം ഈ 3യും ഈ 3യും കട്ട് ചെയ്യാം. അപ്പോൾ V is equal to 100 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. Therefore, V equal to 100 centimeter is the final answer. പോസിറ്റീവ് ആണ്. What does it mean? അത് നോക്കുക, ഇവിടെ ഈ ഭാഗത്താണ് ഫോം ചെയ്തത്. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് ലെൻസസിലേക്ക് കിടക്കാം. ലെൻസിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ഫെരിക്കൽ ലെൻസസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസുകളും ഉണ്ട്. കോൺവെക്സ് ലെൻസിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് കൺവേർജിങ് ലെൻസ് അല്ലേ. കോൺവെക്സ് ലെൻസ് എന്താണ്? കൺവേർജിങ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് എന്താണ്? ഡൈവേർജിങ് ലെൻസ് എന്നാണ് വിളിക്കുക. യഥാർത്ഥത്തിൽ ഈ കൺവേർജിങ്ങും ഡൈവേർജിങ്ങും എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. നോക്കൂ, ഐഡന്റിഫൈ PQ ആൻഡ് RS ഇൻ ദ ഗിവൺ ഫിഗേഴ്സ് എന്നാണ്. അപ്പോൾ ഇതാണ് PQ. അപ്പോൾ ഈ PQനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇത് ലെൻസിനാണ്. ഇത് കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ എന്താണ് ചോദ്യം. അപ്പൊ ഇതെന്താ ലെൻസ് പറഞ്ഞ നിങ്ങൾ പറയാം, വാട്ട് ഈസ് ദിസ്, കോൺവെക്സ് ലെൻസ് ഓർ കോൺകേവ് ലെൻസ്? ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് കോൺവെക്സ് ലെൻസ് ആണ്. അല്ല മക്കളെ, ഇത് കോൺവെക്സ് അല്ല, അത് കോൺകേവ് ആണ്. ഇത് കണ്ടാൽ നിങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കും ഇത് കൺവേർജിങ് ലെൻസ് ആണ്. അല്ല, ഇത് ഡൈവേർജിങ് ലെൻസ് ആണ്. അതെങ്ങനെ? യെസ്, നോക്കൂ, ഈ PQ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ പലരും തെറ്റിദ്ധരിക്കുന്നത് എന്താ അറിയോ, കൂട്ടിമുട്ടുന്നത് കൺവേർജിങ്, കൂട്ടിമുട്ടാത്തത് ഡൈവേർജിങ്. അല്ല, അങ്ങനല്ല. പകരം നോക്കൂ, എന്താ സംഭവിക്കുക, ഇവിടെ എങ്ങാനും ഈ PQ ഇല്ലായിരുന്നെങ്കിൽ ഇയാൾക്ക് എന്താ സംഭവിക്കുക ഒന്ന് ആലോചിച്ച്. ഇയാൾക്ക് എന്താ സംഭവിക്കുക? PQ എങ്ങാനും അവിടെ ഇല്ലായിരുന്നെങ്കിൽ സംഭവിക്കല് ഇയാൾ നേരെ വന്നിട്ട് ഇവിടെ എത്തും, ഇയാൾ നേരെ വന്നിട്ട് ഇവിടെ എത്തും. മനസ്സിലായോ? അപ്പൊ ഇനി ഞാൻ പറയട്ടെ, ഇവിടെ കൺവേർജ് ചെയ്യേണ്ട ആള് വീണ്ടും അകന്നുപോയി. കണ്ടോ, ഇവിടെ കൺവേർജ് ചെയ്യേണ്ട ആള് വീണ്ടും അകന്നുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് എന്ത് നേച്ചറാണ് കാണിച്ചത്? ഇത് ഡൈവേർജിങ് നേച്ചറാണ് കാണിച്ചത്. ഇത് ഡൈവേർജിങ് നേച്ചർ കാണിച്ചടാ. ഇത് ഡൈവേർജിങ് ലെൻസ് ആണ്. ഡൈവേർജിങ് ലെൻസ് എന്ന് വെച്ചാൽ ഇതാരാ? ഇത് കോൺകേവ് ലെൻസ് ആണ്. എനിക്ക് മാറിയിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് ഇതാ ഇവിടെയും പറയാം. നോക്കൂ, ഇവിടെ RS ഇല്ലായിരുന്നെങ്കിൽ ഇയാൾ ഇങ്ങനെ പോകുമായിരുന്നു, ഇങ്ങനെ പോകും. അങ്ങനെ പോകേണ്ടടുത്തുനിന്ന് വീണ്ടും അയാൾ എന്ത് സംഭവിച്ചു? പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. കണ്ടോ, ഇത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു, ഇത് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഇതിനെന്താ സംഭവിച്ചത്? ഇത് ആക്ച്വലി ഇവിടെ എന്താ, ഇത് ക്യാരക്ടർ കണ്ടാൽ ഡൈവേർജിങ് ആണ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് കൺവേർജിങ്. ഈ ഡയഗ്രാം കണ്ടാൽ ഡൈവേർജിങ് ആണ് അല്ലേ, പക്ഷേ ആക്ച്വലി അതെന്താണ്? അത് കൺവേർജിങ് ആണ്. അപ്പോൾ ദിസ് ഈസ് കൺവേർജിങ് ലെൻസ്. അപ്പൊ കൺവേർജിങ് എന്താണ്, ഡൈവേർജിങ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഇത്തരം ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത. ഓക്കെ അല്ലേ? ഓക്കെ. നൗ ഇനി നമുക്ക് അവിടെ നിങ്ങൾ അറിയേണ്ട ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1/f ഈസ് ഈക്വൽ ടു N2 divided by N1 minus 1 into 1/R1 minus 1/R2 ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, അതിൽ N2 എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ്. N1 എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. അപ്പോൾ എയറിലാണെങ്കിൽ ഇക്വേഷൻ എന്താവും? 1/f is equal to N-1 into 1/R1 minus 1/R2. കാരണം എന്താ? എയറിലാണെങ്കിൽ സറൗണ്ടിങ് മീഡിയം എയർ ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പൊ പിന്നെ ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ N2 എന്ന് പറയേണ്ടതില്ല, എന്ന് പറഞ്ഞാൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ്, അതാണ് സംഭവം.
അപ്പോൾ n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഓക്കെ അല്ലേ? വളരെ അപ്ലിക്കേഷൻ ഉള്ള ഒരു ഇക്വേഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷനാണ് നമുക്ക് എന്ത് പറഞ്ഞു തരുന്നത്? അപ്പോൺ വാട്ട് ഫാക്ടേഴ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലെൻസ് ഡിപ്പെൻഡ്സ് ഓൺ എന്നത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷനാണ് അത് പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേ? യെസ്, നോക്കാം. The radius of curvature of each face of a biconcave lens made of glass of refractive index 1.5 is 30 centimeter. The focal length of the lens in Aries. Focal length of the lens in Aries. ശ്രദ്ധിക്കണം, ഈ ഇക്വേഷനും ജനറൽ ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഹാൻഡിൽ വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. എങ്ങനെ കണ്ടോളൂ? റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഈച്ച് ഫേസ് ഓഫ് എ ബൈകോൺകേവ് ലെൻസ് 30 സെന്റിമീറ്റർ. അപ്പം ഞാൻ ഒറിജിനൽ ഇക്വേഷൻ ആദ്യം ഇതാണ്. 1/f ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇനി ബൈ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് ലെൻസ്. ഇയാളെ റേഡിയസ് ഇവിടുന്ന് ഇങ്ങോട്ടും ഇയാളെ റേഡിയസ് ഇവിടുന്ന് അങ്ങോട്ടുമാണ് മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു n എത്ര ക്വസ്റ്റനിൽ പറഞ്ഞത്? 1.5 മൈനസ് 1 ഇൻറ്റു 1/r1. ഇയാളെ ഫോക്കൽ ലെങ്ത് നോക്കൂ ഇങ്ങോട്ട്, അപ്പോൾ എത്ര എഴുതുക? മൈനസ് 1/30. പിന്നെ ഇത് ഇക്വേഷനിൽ മൈനസ്, പിന്നെ ഇത് അങ്ങോട്ട്, അപ്പോൾ ഇതെന്താ? ഇത് പോസിറ്റീവ്. റെഡി? അപ്പോൾ ഈക്വൽ ടു 1/30. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു LCM 30 മൈനസ് 1 എത്ര? -2. Therefore you will get minus 1/30. Therefore f is equal to minus 30 centimeter. Okay, concave ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് എ concave lens is negative. minus 30 centimeter. Perfect. അടിപൊളിയല്ലേ? Let's do one more problem from lens makers formula. Convex lens of focal length 0.2 meter and made of glass n is equal 1.5 is immersed in water. The new focal length of the lens is എന്നാണ് ക്വസ്റ്റ്യൻ. ന്യൂ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഈസ്. യെസ്, അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് നല്ല ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താണെന്നറിയോ? പക്ഷെ അതെപ്പോഴും പറ്റില്ല. അത് ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ ഈക്വൽ ടു 4 times ഫോക്കൽ ലെങ്ത് ഇൻ എയർ ആണ്. ഓൺലി വെൻ, ഇത് എപ്പോൾ മാത്രം എന്നറിയോ? ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടീഷണലാണ്. അതായത് NW എത്ര ആയിരിക്കണം? 4/3 ആയിരിക്കണം. മാത്രമല്ല n ഗ്ലാസ് എന്ന് വെച്ചാൽ n ലെൻസ് എത്ര ആയിരിക്കണം? അത് 3/2 ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നേരിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. വിത്തിൻ നോ ടൈം നിങ്ങൾക്ക് ആൻസർ ആയി. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് immersed in water. അപ്പോൾ 1.33 means 4/3 ആണ്. Therefore 4 times into 0.2. Therefore the answer is 0.8 meter എന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത പാർട്ടിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ലെൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ, ലെൻസ്, പ്രിസം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.